ആക്ച്വലി രണ്ടുപേരും കയറ്റി, അച്ഛനും അമ്മേനെയും കയറ്റി. അവർക്ക് രാവിലത്തെ ഷോ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആൾക്കാരാണ്. 7 മണിക്ക് ഷോ ബുക്ക് ചെയ്തത്. അപ്പോൾ 7:30 അവരെ അച്ഛന് ഷൂട്ട് ഉണ്ടായി. ഞാൻ 10 മണിത്തേക്ക് ആക്കി. എൻ്റെ കസിൻസും എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അച്ഛൻ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന പാളവും എനിക്ക് മനസ്സിലായിട്ട് ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പോവാം, നിൽക്കണ്ട, ഫോൺ ചെയ്ത് ചോദിക്കാൻ കയറിയിട്ട് അങ്ങനെ വേണ്ട, ഇവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കും. അമ്മേനെ എന്തെങ്കിലും അമ്മേനെ കണ്ട ഉറപ്പാണ് അമ്മ കരച്ചിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് അച്ഛനെ ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നപ്പോൾ തന്നെ ഞാൻ പോയി. ഞാൻ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മാറി. പിന്നെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ആണ് കാണുന്നത്. ആക്ച്വലി അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തതുകൊണ്ടായിരിക്കണമല്ലോ പെട്ടെന്ന് ആ ഒരു കണ്ണീരും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അർജുൻ എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? എവിടെ നിന്നാണ് ആ ഒരു വിറ്റ്ലിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കണം, ആ ഒരു ഫിസിക്കൽ കണ്ടീഷനെ അത്രമേൽ ഉൾക്കൊള്ളണം, എങ്കിൽ മാത്രമാണല്ലോ ഇത്രയും നന്നായിട്ട്, അതും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് സാധ്യമായതെന്നാണ് അർജുൻ കരുതുന്നത്? ഒന്നാമത്തത് അഭിനയിക്കാനുള്ളൊരു ഇഷ്ടം, രണ്ടാമത്തത് എല്ലാ ക്യാരക്ടേഴ്സും മാറി നിൽക്കണം ഏതെങ്കിലും രീതിയിൽ, മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആ കട്ടക്ക് മാക്സിമം, പിന്നെ അഖിൽ ആയിട്ടും ഉള്ള ഡിസ്കഷൻസ്, അങ്ങനെ ഈ ഒരു പരിപാടി ഈ ക്യാരക്ടറിന് ഉണ്ടായി.